ഇവിടെ കുറച്ച് പേരുണ്ട് കേട്ടോ. ഒരേ സ്കൂളിൽ നിന്ന് 2 ഐറ്റംസിൽ വന്ന 2 പേരെ നമുക്ക് ഒരുമിച്ച് വിളിക്കാം അല്ലേ? ഒരാള് ഹിന്ദിയും ഒരാള് തമിഴും ആണെന്നാണ് എന്റെ ഒരു ഊഹം. ഭാവിയിലെ ഭാഷാധ്യാപകരാവാനുള്ള ഒരുക്കായിരിക്കും. അതെ. മോളുടെ പേര് കാവ്യ. ഏത് ഐറ്റത്തിലായിരുന്നു പങ്കെടുത്തത്? തമിഴ് പദ്യഞ്ചലിൽ. ജാനകി ഹിന്ദി പദ്യഞ്ചലിൽ. തമിഴും ഹിന്ദി. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്കൂളിന്റെ പേര്? സെന്റ് അഗസ്റ്റിൻ, കുട്ടനെല്ലൂര്. തൃശ്ശൂർക്കാരാണ് കേട്ടോ. വീണ്ടും നമ്മുടെ കുട്ടനെല്ലൂര് അഗസ്റ്റിൻ മെമ്മോറിയൽ അല്ലേ? സെന്റ് അഗസ്റ്റിൻ. ഓക്കെ. അത് തന്നെ. വീണ്ടും നമ്മുടെ തൃശ്ശൂരിന് പോയിന്റ് കേട്ടുന്ന ആൾക്കാരാണ്. റിസൾട്ട് വന്നില്ലേ? 2 പേർക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് തമിഴിൽ നിന്ന് തുടങ്ങണോ ഹിന്ദിയിൽ നിന്ന് തുടങ്ങണോ? ബൈജന്റെ ഹിന്ദിയിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. രാഷ്ട്രഭാഷയല്ലേ? ഒന്നാം സ്ഥാനം കൊടുക്കട്ടെ. അപ്പൊ രാഷ്ട്രഭാഷയിൽ നിന്ന് തുടങ്ങാം അല്ലേ? आपने उनसे आधी रात में खाना बनवाया, 20 आदमियों का खाना बनवाया, ज्ञात अज्ञात स्त्रियों का उदाहरण पेश करते हुए खाना बनवाया, कई बार आंखें दिखाकर, कई बार लात लगाकर और फिर स्त्रियों चित्तहराकर आप चीखे उफ इतना नमक, और भूल गई उन आंसुओं को जो जमीन पर गिरने से पहले गिरते रहे तश्तरियों में, कटोरियों में। कभी उनका पूरा सप्ताह इस गुशी में गुजर गई कि पिछले बुधवार बिना चीखे चिल्लाए गा लिया गया था खाना. थैंक यू. അടിപൊളിയായിരുന്നു. അതെ. ഇത് പക്ഷെ ഞാനിത് ആദ്യത്തെ വരികൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് മറ്റു കോമ്പറ്റീഷൻ ഐറ്റം ആണോ സ്ഥിരം ഈ കവിത? അല്ല, ഇതായിട്ടുള്ളവരിലാണ്. ആധുനികമായിട്ടുള്ള ഒരു കവിതയാണ്. അതെ അല്ലേ? ഓക്കെ. ബൈജേട്ടൻ കേട്ടത് എവിടെയോ കേട്ട് എവിടെയോ ഒരു കേട്ടുപരിചയം. ഇനി എന്തായാലും നമുക്ക് തമിഴിലേക്ക് പോവാം അല്ലേ? തീർച്ചയായിട്ടും. வாழ்க்கை என்பது சூதாடி பெறுவதல்ல, போராடி பெற வேண்டிய ஒன்று. இங்கு பெரும்பாலான இளைஞர்கள் வாழ்க்கை என்பது பூ பள்ளக்கிலே புறப்பட்டு வரும் என்று எதிர்பார்த்து கொண்டிருக்கிறார்கள். இல்லை, நிச்சயமாக இல்லை. வாழ்க்கைக்கு இன்னொரு பெயர் தேடல். இந்த தேடல் தான் உனது முதற்படி. நீ சிந்திப்பதிலிருந்து அல்ல, பலவற்றை சந்திப்பதிலிருந்து தான் இந்த தேடல் ஆரம்பிக்கும். வாழ்க்கை என்பது சூதாடி பெறுவதல்ல, പോരാടി പെറ വേണ്ടിയ ഒന്ന്. തീർച്ചയായിട്ടും കാവ്യ, ജാനകി രണ്ടുപേരും നല്ല പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതെ, രണ്ടുപേരുടെ ആ സൗണ്ട് മോഡുലേഷൻ, ആ പവർ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇവർ ഇനി സ്വയം എഴുതി കവിതകൾ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അടിപൊളിയായി എ ഗ്രേഡ് നേരിട്ട് പോവാണ്. സ്കൂളിലെ സ്റ്റാർസ് നല്ലൊരു കൈയടി കൊടുത്താലോ നമുക്ക് എല്ലാവർക്കും? താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. അപ്പൊ പിന്നെ ക്ലാസ്സിൽ പോയാലും നിങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ടാവും അല്ലെ? കലോത്സവ വിശേഷങ്ങള്. തീർച്ചയായും. രണ്ടുപേർക്ക് എ ഗ്രേഡ് കിട്ടിയ സ്ഥിതിക്ക് ആ ക്ലാസ്സിന് മാത്രമായിട്ട് ഒരു അവധി കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവോ? ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കാം. അങ്ങനെ അല്ലെ? അവർക്ക് ഒരു ആഹ്ലാദ പ്രകടനത്തിന് ഒരു അവധി കൊടുക്കണ്ടേ? ഒരു ദിവസം ഇവരുടെ ക്ലാസ്സിന് മാത്രം ഒരു അവധി അല്ലെ? വേറൊരു കാര്യം ചിലപ്പോ കിട്ടിയാലോ. അതെ.